ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിന്റെ തൊഴിൽ പീഡനത്തിൽ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തുവിടുകയാണ് ന്യൂസ് മലയാളം. തട്ടിപ്പിനിരയായ ഇടുക്കി സ്വദേശിയായ ആൽബിനെ ഈ കമ്പനി ഉടമയായ ജോയ് ജോസഫ് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. ബിനാനിപുരത്തും പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ഈ യുവാവ് പറയും. നമുക്ക് ആദ്യം ശബ്ദ സന്ദേശം കേൾക്കാം. ആൽബിൻ, ഹലോ. ഞാൻ അജോയ് സാറാണ്. ആൽബിൻ, പറഞ്ഞു സാറേ. ആൽബിൻ, നീ എന്റെ അടുത്തുനിന്ന് ഒരു വർഷം നീ ശമ്പളം മേടിച്ച് നിന്ന നീ എനിക്കെതിരെ നീ ഈ വക ന്യൂസുകള് കള്ളത്തര ന്യൂസുകൾ ഉണ്ടാക്കണം. നീ ജന്മത്ത് നന്നവര് അതിന് പറയാനിരിക്കാണ്. നീ എന്നല്ല, നിന്റെ വീട്ടുകാരും ഞാൻ ഒരു കള്ളത്തരവും കാണിക്കുന്നില്ല. മേടിച്ച ശമ്പളത്തിനുണ്ടല്ലോ നീണ്ടല്ലോ, നിന്റെ വീട്ടുകാരും നീ നശിച്ച് നാറാണക്കെട്ട് പറക്കൂടാ. നീ നോക്കി കണ്ടല്ലോ, നിന്നെ അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചവനാ, നിന്നെ അത്രയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തവനാ. നിന്നെ അതുകൊണ്ടായിരിക്കും സാറ് എന്നെ പോലുള്ള കുറെ പാവപ്പെട്ട പിള്ളേരെ 2-3 വർഷങ്ങൾ കളഞ്ഞു തന്നത്. എന്റെ ജീവിതമാണ് നിങ്ങൾ തൊലച്ചു തന്നത്. ഞാനൊക്കെ ഡിഗ്രി എടുക്കേണ്ട സമയത്താണ് ബാഗ് എടുത്ത് തെണ്ടി തിരിഞ്ഞു നടന്നത്. ആ സമയത്ത് എന്റെ ജീവിതം മുടിപ്പിച്ചു തന്നതിന് സാറിന് എന്ത് കിട്ടും? ഈ പറഞ്ഞ ജിനു കിളിമാനൂർ എന്ന് പറഞ്ഞ അവൻ സാറിന്റെ പേരും പറഞ്ഞാണ് ഞങ്ങളെ ഇത്രയും കാലം അവിടെ നിർത്തിയത്. സാറും ജിനു കിളിമാനൂരും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് സാറിന് പറയാമോ? എന്റെ പേരും പറയണ്ട, നിനക്കെല്ലാം അറിയാവുന്ന ആളാണ്. ഞാനായിട്ട് കണക്ഷൻസ് എല്ലാം അറിയാം. സാറുമായിട്ട് കണക്ഷൻസ് ലീഗലി സാറുമായിട്ട് യാതൊരു കണക്ഷൻസും ഇല്ലായിരിക്കും. അത് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു. നീ എന്തോലും ചെയ്തോ, പക്ഷെ നിനക്കിതെല്ലാം അറിയാവുന്ന ഒരാളാണ്. എനിക്കിത് അറിയാവുന്ന ഒരാളാണ്. ഇതിന്റെ മൊത്തം ലാഭം വരുന്നത് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് സാറിനാണ് വരുന്നതെന്ന് 100% എനിക്കും അറിയാം. ഇടുക്കി സ്വദേശിയായ ആൽബിനെ കമ്പനി ഉടമ ജോയ് ജോസഫ് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദമാണ്, ടെലി ബൈറ്റാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഈ തൊഴിൽ പീഡനം തുറന്നു പറഞ്ഞ കോഴിക്കോട് സ്വദേശിയായ അഭിജിത്ത് ടി ഷാജിക്കെതിരെ 3 കേസുകളാണ് എടുത്തിട്ടുള്ളത്. ജോയ് ജോസഫ് വേട്ടയാടുന്നുവെന്ന് അഭിജിത്ത് പറയുന്നു. 16 വയസ്സ് മുതൽ 25 വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുക. ഇപ്പോൾ കോഴിക്കോടുള്ള ഞാൻ വിളിക്കുകയാണെങ്കിൽ ആദ്യം കിട്ടുന്നുണ്ടാവാം ഒന്നെങ്കിൽ താഴേക്കായിരിക്കും, എറണാകുളം, തിരുവനന്തപുരം, അതിന് ഉൾപ്രദേശങ്ങൾ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ കാസർഗോഡ് മേലോട്ട് ഒരുപാട് ദൂരം ഉണ്ടാവും. അതായത് ഈ ജോലി എന്ന് പറയുന്ന ഒരു ആവശ്യം കൊണ്ടുണ്ടാവുന്നതാണ്. നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് തന്നെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ആവശ്യം കൊണ്ട് വിളിക്കുന്ന എല്ലാവരും ചെന്ന് വിടുന്നത് ഇത്തരത്തിലുള്ള ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും. അഥവാ ഒരു ഗതിയും പരഗതി ഇല്ലാത്തൊരുത്തിലാണ് ചെന്ന് വിടുന്നതെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് വണ്ടിക്കൂലി പോലും ഉണ്ടാവില്ല. ആദ്യം ഇവർ പറയുന്നത് അസിസ്റ്റന്റ് മാനേജറാണ്, ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ ഇത്ര ടൈമിനുള്ളിൽ അസിസ്റ്റന്റ് മാനേജർ ആവാം, അത് കഴിഞ്ഞാൽ സീനിയർ മാനേജർ ആവാമെന്ന് പറയും. നമ്മൾ ഇന്റർവ്യൂ കോൾ ചെയ്യുമ്പോൾ നമുക്ക് പറയുന്ന ശമ്പളം ബേസിക് സാലറി 8000 രൂപയാണ്. നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി കേട്ട് നമ്മൾ സ്റ്റിക്കായി നമ്മൾ ആ ബ്രാഞ്ചിൽ നിൽക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇവർ പറയുള്ളൂ നമുക്ക് ഈ ബേസിക് സാലറി അല്ല, നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് കമ്മീഷനാണെന്ന്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇവർക്ക് ബിസിനസ് ടാർഗറ്റ് ഉണ്ട്. അതായത് ഇവരുടെ പ്രൊഡക്റ്റ് വിൽപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് അടിമകൾ മാത്രമാണ്. അറിയാറില്ല, ഇന്ന് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും ജോലി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന്. അത് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും. അപ്പോൾ അത് മുതലെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി നമുക്കിപ്പം ഷമീർ അബ്ദുള്ളാണ് ചേർന്നത്. ഷമീർ, ഗുഡ് മോർണിംഗ്. ഈ സ്ഥാപനത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി കൂടുതൽ ഉദ്യോഗാർത്ഥികൾ രംഗത്ത് വരുന്നതാണ്. ജോയ് ജോസഫ് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പഠനം കഴിഞ്ഞിറങ്ങുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ തൊഴിൽ വാഗ്ദാനം നൽകി അവരെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടുവരിക്കുന്നത്. ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഈ സംഭവം ആദ്യമായിട്ടല്ല നടക്കുന്നത് ഈ സ്ഥാപനത്തിൽ. അതായത് കാലാകാലങ്ങളായി ഈ സ്ഥാപനത്തിൽ തൊഴിൽ ചൂഷണം നടക്കുന്നു എന്ന് വ്യക്തമായി തെളിയിക്കുന്ന ഓഡിയോ സംഭാഷണങ്ങൾ, കേസിൻ്റെ വിവരങ്ങൾ തുടങ്ങിയവയാണ് ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കോഴിക്കോട് സ്വദേശി അഭിജിത്താണ്. അഭിജിത്ത് ആദ്യഘട്ടത്തിൽ ഈ കമ്പനിയുമായി ഏറ്റുമുട്ടി, ജോയ് ജോസഫുമായി ഏറ്റുമുട്ടി ഈ തൊഴിൽ പീഡനങ്ങളെ ചോദ്യം ചെയ്ത ഒരു വ്യക്തിയാണ്. ഇയാൾക്കെതിരെ 3 ക്രിമിനൽ ഡിഫർമേഷൻ കേസുകളാണ് ജോയ് ജോസഫിന്റെ കമ്പനി ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് നൽകിയിരിക്കുന്നത്. ഈ കമ്പനി നൽകിയിരിക്കുന്ന, കോടതി നൽകിയിരിക്കുന്ന പരാതി പ്രകാരം ഈ കമ്പനിക്ക് 800 ഏജന്റുമാർ നേരിട്ടും അല്ലാതെയും പ്രവർത്തിക്കുന്നു എന്ന് കോടതിയിൽ കൊടുത്ത പരാതിയിൽ പറയുന്നു. 70ഓളം വാഹനങ്ങൾ അദ്ദേഹത്തിന് കേരളത്തിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് നേരത്തെ പറഞ്ഞത് മാനേജർ, അതുപോലെ മറ്റ് തസ്തികൾ, സീനിയർ മാനേജർ തുടങ്ങിയ തസ്തികൾ ഇല്ല എന്ന് ജോയ് ജോസഫ് പറയുമ്പോൾ പോലും ജോയ് ജോസഫ് വയനാട് നിന്നുള്ള
വയനാട് നിന്നുള്ള ഒരു തൊഴിൽ നേടിയ ഒരു യുവാവിനോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന തസ്തികയിൽ മാനേജർ ട്രെയിനിങ് കഴിഞ്ഞ ആളാണോ, സീനിയർ മാനേജർ ട്രെയിനിങ് കഴിഞ്ഞ ആളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജോയ് ജോസഫിൻ്റെ എല്ലാ വാദങ്ങളും പൊളിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മുൻകാലങ്ങളിൽ വന്ന ഈ പരാതികൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയാണ് കോഴിക്കോട് സ്വദേശി അബ്ജിത്തിൻ്റെത്. അബ്ജിത്ത് ഇപ്പോഴും ഇയാൾക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്നയാളാണ്. അബ്ജിത്തിൻ്റെ ടെലി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. അതുപോലെ തന്നെ നേരത്തെ കേട്ട ആൽബിൻ ഏതാണ്ട് പ്രളയകാലത്താണ് ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തത്. ഏതാണ്ട് മാനേജർ പോസ്റ്റ് വരെ എത്തിയ ആൽബിനെതിരെയും വലിയ രീതിയിൽ തൊഴിൽ ചൂഷണം അവിടെ നടത്തുകയും ആ കാലഘട്ടത്തിൽ നടന്ന തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെ ആൽബിൻ നിരന്തരമായി ഇയാൾക്കെതിരെ ഈ ജോയ് ജോസഫുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും പരാതി നൽകുകയും ഒക്കെ ചെയ്തിട്ടും ജോയ് ജോസഫിനെതിരെ ഭീഷണിപ്പെടുത്തുകയും ജോയ് ജോസഫിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും തുടങ്ങിയവയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഈ സ്ഥാപന ഉടമയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെരുമ്പാവൂർ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി നൽകുന്നത് 26/3/2025 ഉച്ചയ്ക്ക് 1:46 പെരുമ്പാവൂർ പോലീസിൽ ഇത്തരം ചൂഷണത്തെക്കുറിച്ച് ഒരു പരാതി നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ പോലീസ് ഈ പരാതി നൽകിയ മനാഫിന് ഒരു റെസിപ്റ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ നമ്പർ, റെസിപ്റ്റ് നമ്പർ കൂടി നമ്മളിവിടെ പറയാം. 152 860 42 20 25 500 648 എന്ന് പറയുന്ന റെസിപ്റ്റ് നമ്പർ ഇതേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം മനാഫ് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി. എന്നിട്ട് ഈ പരാതിക്കൊന്നും വാല്യൂ ഇല്ല എന്ന തരത്തിൽ ഇതൊരു മാനിപ്പുലേറ്റഡ് ചെയ്ത, അതായത് കഴിഞ്ഞ ദിവസം ഷീന ചെയ്ത വീഡിയോ, ആ വാർത്ത മാനിപ്പുലേറ്റഡ് ചെയ്ത സാധനമാണ് എന്ന തരത്തിലുള്ള ചില ആളുകൾ ചില ഓഡിയോ സംഭാഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തു. അതായത് ഇയാൾക്കെതിരെ പരാതി നൽകിയാൽ ആ പരാതി നൽകുന്ന ആളുടെ കൂട്ടത്തിൽ നിന്ന് മറ്റാരെങ്കിലും അടർത്തിയെടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രം ജോയ് ജോസഫ് ആണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ പരാതിയും ഈ റെസിപ്റ്റിൻ്റെ കോപ്പിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പരാതിക്കാരാണ് കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് 2016 കാലങ്ങളിൽ പരാതി കൊടുത്ത ആൽബിൻ, അതുപോലെ അതിനു മുമ്പേ ഈ സ്ഥാപനത്തിൽ തൊഴിൽ പീഡനത്തിനിരയായ ഇടുക്കി സ്വദേശിയായ അഭിജിത്ത് തുടങ്ങിയവർ. അഭിജിത്ത് 3 വീഡിയോകൾ ഇദ്ദേഹത്തിനെതിരെ തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്തതിന് അതിലിരുന്ന ഈ കാര്യങ്ങൾ, ഈ പീഡനങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് 3 ക്രിമിനൽ ഡിഫർമേഷൻ കേസുകൾ അയാൾക്കെതിരെ ചുമത്തുകയും ചെയ്തു. പക്ഷേ ഇതിൽ നിന്നും ഒന്നും തന്നെ പിന്മാറുകയും ചെയ്തില്ല. അതുപോലെ ആൽബിൻ എറണാകുളത്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്, മറ്റൊരു സ്ഥാപനത്തിൽ. ആൽബിനെതിരെയും സമാനമായി ഭീഷണിപ്പെടുത്തുകയും ബിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ നിന്നും ബിനാനിപുരം പോലീസുകാരെ ഉപയോഗിച്ച് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 2 പേരുടെയും സംഭാഷണങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അവരെ നമുക്ക് ഈ സമയത്ത് ടെലിഫോണിൽ ലഭ്യമാകുന്നുണ്ട്. അവരെ കൂടി ഈ ഒരു ചർച്ചയിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുന്നത്. സേതുലക്ഷ്മി. ഷമീർ, തീർച്ചയായും ഇപ്പോൾ ഈ പല കോണിൽ നിന്ന് പലരും പരാതിപ്പെടുന്നുണ്ട്. ഈ നാളുകൾക്ക് മുന്നിൽ ഇത് ഏറ്റവും പ്രധാനം, നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2012 തന്നെ ഇയാൾക്കെതിരെ കേസുണ്ടെന്നേ. അതിനുശേഷവും ഒരു തരത്തിലുള്ള നടപടിയും ഇയാൾക്കെതിരെ എടുത്തിട്ടില്ല. ഇയാൾ തന്നെ കഴിഞ്ഞ ദിവസം ഷീനയോടക്കം പറയുന്നുണ്ട് തന്നെ തൊടാൻ ആരും മുതിരില്ല, തനിക്ക് അത്രമേൽ സ്വാധീനമുണ്ട് എന്നൊക്കെ ജോയ് ജോസഫ് പറയുന്നുണ്ട്. ഈ കമ്പനി ഈ വർഷങ്ങളായി തൊഴിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പലരും ഈ കമ്പനിക്കെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നു. അപ്പോഴും ഒരു ചോദ്യം ഷമീർ, ഇവർ ഈ കമ്പനീസ് ആക്ട് പ്രകാരമൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്പനിയാണോ നമ്മൾ ഈ പറയുന്ന HPCL, GPCL പോലുള്ള കമ്പനികൾ? തൊഴിൽ വകുപ്പ് ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അറിയാത്തത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സേതുലക്ഷ്മി, ഇതൊരു വലിയ സാമ്രാജ്യമാണ്. ഈ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരിക്കുന്ന ആളാണ് ഈ ജോയ് ജോസഫ്. ഈ കമ്പനിക്കെതിരെ കമ്പനി ആക്ട് പ്രകാരമൊക്കെ തന്നെ ഇയാൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇയാൾ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നെറ്റ്വർക്കിൽ ഏതാണ്ട് 800-ലധികം, ഇത് അവർ നിരസിക്കുന്നെങ്കിൽ അവർ നിരസിച്ചാൽ തെളിവ് സഹിത ന്യൂസ് മലയാളം നൽകാം, 800-ലധികം ഏജന്റുമാർ നേരിട്ടും അല്ലാതെയും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന രേഖ ന്യൂസ് മലയാളത്തിൻ്റെ പക്കലുണ്ട്. ഈ നേരിട്ടും അല്ലാതെയും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെത്തി അവിടെ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും അവരെ മാനേജർ, അതുപോലെ സീനിയർ മാനേജർ, ട്രെയിനി, ഇതൊരു ഷമീറിലേക്ക് മടങ്ങി വരാം. കാരണം ഈ വിഷയം അത് കേരളം അത്രമേൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കാരണം പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ മോഹന വാഗ്ദാനം നൽകി തൊഴിൽ പീഡനത്തിന്, മൃഗീയമായ ചൂഷണത്തിന് ഇരയാക്കുന്ന സംഭവമാണ്. ഇതിൽ ചർച്ചകൾ നടന്നേ മതിയാവുകയുള്ളൂ, നടപടികൾ വന്നേ മതിയാവുകയുള്ളൂ. ഷമീറിലേക്ക് ഞാൻ മടങ്ങിയെത്താം.
അധികൃതർക്ക് മുന്നിലേക്ക് വീണ്ടും ഇക്കാര്യം ന്യൂസ് മലയാളം എത്തിക്കുകയാണ്. കാരണം നമ്മുടെ കൺമുന്നിലാണ് ഈ പ്രബുദ്ധ കേരളത്തിൽ ഇത്രയും പീഡനം, ഇത്രയും അതിക്രൂരമായ പീഡന മുറകൾ ഒരു തൊഴിലിടത്ത് നടക്കുന്നത്. അത് എന്തുകൊണ്ട് അധികാരികൾ അറിയുന്നില്ല? പോലീസിൽ പരാതിപ്പെട്ടിട്ട് പോലും എന്തുകൊണ്ട് ഇതിൽ നടപടിയെടുക്കുന്നില്ല? ഈ പരാതിയുമായി തെളിവുകളുമായി ഉദ്യോഗാർത്ഥികൾ പോലും രംഗത്ത് വന്നിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ നിയമ സംവിധാനം അനങ്ങുന്നില്ല? ഇതിന് ഉത്തരം ലഭിച്ചേ മതിയാവുകയുള്ളൂ. ന്യൂസ് മലയാളം ഈ വാർത്തയ്ക്ക് പിന്നിൽ തന്നെയാണ്. ആ പീഡനത്തിനിരയായ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം തന്നെയാണ്.